ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കിണ്ണം കാച്ചി അടിച്ചാപ്പിളിക്ക് എടുക്കാച്ചി കുറച്ച് പ്രൊഫൈൽ വർക്കുകളും ജിപ്സം സീലിങ്ങുമാണ് ഞാൻ എന്നിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മൾ കയറി വരുമ്പോഴത്തേനുള്ള ലിവിങ് ഹാളാണ് കേട്ടോ. ലിവിങ് ഹാളിലെ ജിപ്സം സീലിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൽ പിന്നെ വല്ലാണ്ട് പ്രൊഫൈൽ വർക്കില്ല, ഒരു ചെറിയൊരു സ്ക്വയർ പോലെ മാത്രമാണ് ഇതിലുള്ളത്. ഇത് പിന്നെ അത് കഴിഞ്ഞുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ഏകദേശം നമുക്കൊരു 12-15 മീറ്ററോളം പ്രൊഫൈൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് 2 സ്ക്വയർ ആയിട്ടാണുള്ളത്. 2 സ്ക്വയറും വേറെ വേറെ സ്വിച്ചുമലാണ്. ഇടയിൽ 3 വാട്ടിൻ്റെ 2, 4, 6, 8 പാനൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബെഡ്റൂം വരുന്നതാണ്. ഈ ബെഡ്റൂമിലും അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈല് 2 സ്ക്വയറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3, 3, 6, 10 3 വാട്ടിൻ്റെ 10 പാനൽ നമ്മൾ വേറെ സെപ്പറേറ്റ് സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലൊക്കെ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പിന്നെ മറ്റൊരു ഹാളാണ്. ഇതിൽ നമുക്ക് അങ്ങനെ പ്രൊഫൈൽ വർക്കായിട്ടില്ല, ഇതിൻ്റെ ജിപ്സത്തിൻ്റെ ഡിസൈനുകൾ മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് കോവുണ്ട്. കോവിൽ വാമ സ്ട്രിപ്പ് വരും. പിന്നെ 4 12 വാട്ടിൻ്റെ 4 സിലിണ്ടറും വരും. പിന്നെ നമ്മളെ സ്റ്റെയറിൻ്റെ ഒക്കെ മുകളിലായിട്ട് വരുന്നതാണ് കേട്ടോ. ഡബിൾ ഹൈറ്റാണ്, താഴെ നിന്ന് തന്നെ കാണുന്നൊരു പോർഷനാണ് കേട്ടോ. ഇതിൽ പ്രൊഫൈൽ വർക്ക് ഒരു സ്ക്വയർ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇതന്നെ ഒരു 14 മീറ്റർ പ്രൊഫൈൽ വരുന്നുണ്ട്. പിന്നെ ജിപ്സത്തിൻ്റെ സൈഡിലുള്ള കോവ് വരുന്നുണ്ട്. കോവ് നമ്മൾ വാം വൈറ്റാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രൊഫൈലിൽ തന്നെ നമ്മൾ 2 വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റ് ഒരു 6 കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊഫൈലാണ് കേട്ടോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖം തോന്നണില്ലെങ്കിലും ഇത് കത്തിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വൃത്തിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ഇതിലും അത്യാവശ്യം നമ്മൾ ഒരു 15 മീറ്ററിനടുത്ത് ഇതിലും പ്രൊഫൈൽ വർക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 2 ഇയർ 2.5 വർഷം ഗ്യാരണ്ടി ഉള്ള പിന്നെ കെഹ്ലൻ്റെ നല്ല ഗോൾഡ് സീരീസിൽ വരുന്ന SMBSഉം സ്ട്രിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. 240 LED സ്ട്രിപ്പ് വരുന്നത്. ഇത് പിന്നെ ഒരു വാൾഡ്രോബാണ്, ഒരു ബെഡ്റൂമിലടിച്ച വാൾഡ്രോബാണ്. പിന്നെ ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇതിലും പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ഇതിലും ഏകദേശം 15 മീറ്ററോളം വരുന്നുണ്ട്. ഇത് രണ്ട് സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 8 പാനലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 പാനൽ വൈറ്റും 4 പാനൽ വാമും, അതിനൊക്കെ സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈല് എല്ലാം വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. ഇത് പിന്നെ മുകളിലെ സിറ്റ് ഔട്ടാണ്. ഇതിലും ഏകദേശം ഒരു 12-13 മീറ്ററോളം വരുന്നുണ്ട് കേട്ടോ പ്രൊഫൈല്. ഇതിൽ 16 ആംബിയറിൻ്റെ 16.5 ആംബിയറിൻ്റെ 12 വോൾട്ട് SMBS ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 6 വാട്ട്സിൻ്റെ 2 പാനലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്ത് ബീമും കൂടെ 2 വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. കെഹ്ലൻ്റെ തന്നെ 3 ഇയർ ഗ്യാരണ്ടി ഉള്ള സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കുകൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഏകദേശം കത്തിച്ച് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഒരു റൂമിൻ്റെ അടുത്ത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളാ പറഞ്ഞ ബെഡ്റൂം കേട്ടോ. നല്ല രസമുണ്ട് കത്തിയത് കാണാൻ. വീഡിയോയിൽ കാണുന്നതിലേറെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വർക്ക് കാണാൻ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കണ്ടോ. പ്രൊഫൈലിന് ഓരോ പ്രൊഫൈലും വേറെ സ്വിച്ചാണ്. ഇതാണ് നമ്മുടെ ഡബിൾ ഹൈറ്റിൽ വരുന്ന മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളാണ്. ഇത് നമുക്ക് താഴത്തുനിന്ന് തന്നെ കാണാം കേട്ടോ. പകുതി ഭാഗം ഡബിൾ ഹൈറ്റിലാണ്, സ്റ്റെയറിന് മുകളിലായിട്ട് വരുന്നതാണ്. പിന്നെ 6 വാട്ടിൻ്റെ ഒരു 16 പാനലും ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് RGB ആണ്. അതാണ് ഈ ഹാളിലുള്ളത്. അങ്ങനെ അടുത്ത ബെഡ്റൂമിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ബെഡ്റൂമിൻ്റെ ഫിനിഷിംഗ് ആണിത്. 4 പാനൽ ലൈറ്റ് വാമിലും 4 വൈറ്റിലും ഉണ്ട്. അതുപോലെ പ്രൊഫൈല് 2 സ്വിച്ചായിട്ടാണ് കേട്ടോ. പുറത്തത്തെ സ്ക്വയർ ഒരു സ്വിച്ചും അകത്തത്തെ മറ്റൊരു സ്വിച്ചും. അപ്പോൾ ചങ്കുകളെ, ഞങ്ങൾ ഇവിടുത്തെ വർക്കിംഗ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ജിപ്സം സീലിങ്ങും ലൈറ്റിങ്ങും മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്കിനോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനോ വേണമെങ്കിൽ ബന്ധപ്പെടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ വർക്കുകൾ കൂടുതലായിട്ട് വരുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ.